മഹാദേവൻ തന്നെ ഒരിക്കൽ അമ്മ ഭഗവാൻ എപ്പോഴും ഇങ്ങനെ സദാ ആനന്ദത്തിൽ ഇങ്ങനെ ലയിച്ചിരുന്ന് തപസ് കണ്ടപ്പോൾ അമ്മയ്ക്ക് തോന്നിത്രേ, ഈ ഭഗവാന്റെ ഭാര്യ ആയതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള സന്തോഷം. ഭഗവാൻ എന്തോ ഒരു സന്തോഷം എപ്പോഴെപ്പോഴും അനുഭവിക്കുന്നുണ്ട്, എനിക്കും ആ സന്തോഷം വേണമെന്ന് ചോദിച്ചിട്ട് ഭഗവാനോട് ചോദിച്ചു തരേ, ഭഗവാനെ ഈ പരമമായിട്ടുള്ള ആനന്ദം എനിക്കും തരണേ. ഭഗവാൻ അമ്മയെ കൂടി കെട്ടിപ്പിടിച്ചു എന്നാണ്, ആലിംഗനം ചെയ്തു. ഓൺ ദ സ്പോട്ട് അമ്മയ്ക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. അമ്മയ്ക്ക് മനസ്സിലായി തരാം ബ്രഹ്മബോധം എന്താണെന്നുള്ളത്. അമ്മയ്ക്കും പിന്നെ എപ്പോഴും ഭയങ്കര സന്തോഷം. അമ്മ വെറുതെ ഇരിക്കുമ്പോൾ ചിരിക്കുക, സന്തോഷിക്കുക, അങ്ങനെ തന്നെ അത്രേ. അപ്പം ഈ പെൺകുട്ടി വരണതിന് മുമ്പേ അവിടെ താമസിക്കുന്ന ചിലരുണ്ട്, ഈ ഭൂതഗണങ്ങൾ, പാവപ്പെട്ടവർ. അവർ പറഞ്ഞു അത്ര, ഇയാൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണു, ഇന്നലെ കയറി വന്നൊരു പെണ്ണ് അവളും ചിരിച്ചുകൊണ്ടിരിക്കണു, ഞങ്ങൾ ഇത്ര കാലമായിട്ട് ഇയാളുടെ പിന്നാലെ നടന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഈ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. ഭഗവാനെ വിളിച്ച് പറഞ്ഞു അത്രേ, എല്ലാവർക്കും കൊടുത്തു, ഞങ്ങൾക്ക് മാത്രം എന്താ തരാത്തേ? ഭഗവാൻ അവരോട് പറഞ്ഞൊരു മറുപടി നമ്മളോടും ഭഗവാൻ ഇടയ്ക്ക് പറയും. ഭഗവാൻ അവരോട് ചോദിച്ചത്രേ, നിങ്ങൾക്ക് ഞാനില്ലേ, ഞാൻ പോരെ, മതി. ആ ഒറ്റ ചോദ്യത്തിൽ ഭൂതഗണങ്ങൾക്ക് സന്തോഷമായി എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് നിങ്ങൾ ഏറ്റവും മഹത്തരമായിട്ടുള്ള ശിവപുരാണം എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള തത്വം, ശിവതത്വം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത്. നിങ്ങൾ ഗുരുവായൂരപ്പനെയോ മഹാദേവനെയോ കൊടുങ്ങല്ലൂർ അമ്മയോ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഇവരൊക്കെ നമ്മുടെ സംരക്ഷണത്തിനുള്ള ആൾക്കാരാണ്, അല്ലാതെ നമുക്ക് എന്തെങ്കിലും അപകടം വരുത്താനുള്ള ആൾക്കാരല്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് ഇവരെ പേടി കൂടാതെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരിക്കലും എപ്പോൾ നിങ്ങൾക്കും ഈശ്വരനും ഇടയിൽ പേടി, ഭീതിയുടെ എലമെന്റ് കടന്നു വരുന്നുണ്ടോ അതോടുകൂടി നിങ്ങളും ഈശ്വരനും വേറെയായി. ആ സംസ്കാരം അല്ല നമുക്കുള്ളത്. ഞാൻ പറഞ്ഞു, കാണുന്നവരൊക്കെ ഗുരുവായൂരപ്പനായിട്ട് മാറണം. ആരെ കണ്ടാലും അത് ഗുരുവായൂരപ്പനായിട്ട് അല്ലെങ്കിൽ മഹാദേവനായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു ഈഗോയും ഇല്ലാതെ, ഒരു വലിപ്പ ചെറുപ്പവും ഇല്ലാതെ അങ്ങനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം നിങ്ങളുടെ മഹാദേവന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളുണ്ട്. ഞാൻ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആരത്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി. ഭഗവാൻ ഒരു ഈഗോ ഇല്ലാന്ന് തെളിയിച്ച ആളാ ആ മകൻ. കുട്ടി വലുതായപ്പോൾ സ്കൂളിൽ വിട്ടു. കാണാവുന്ന ഏറ്റവും നല്ല ടീച്ചർ ബ്രഹ്മാവാണ്. പാർവതി പറഞ്ഞു, നമുക്ക് ബ്രഹ്മാവിൻ്റെ സ്കൂളിൽ ചേർക്കാം, നല്ല പഠിപ്പാണ് അവിടെ. കാർത്തികേയനെ അങ്ങോട്ട് വിട്ടു. കാർത്തികേയൻ അവിടെ വിട്ടപ്പോൾ ബ്രഹ്മാവ് ക്ലാസ് തുടങ്ങി. അപ്പോൾ ഒരു കാര്യം എനിക്ക് ആദ്യം തന്നെ ഒരു സംശയമുണ്ട്, ഈ ഓങ്കാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരൂ, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി പഠിപ്പിക്കലൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ബ്രഹ്മാവിന് ഓങ്കാരത്തിൻ്റെ അർത്ഥം അറിയില്ല. കുറേ ആയി നോക്കണു, ഒരു നിവൃത്തിയില്ല. ഓങ്കാരത്തിൻ്റെ അർത്ഥം അറിയാതെയാണോ താൻ ഇക്കണ്ട സൃഷ്ടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അയാളെ പിടിച്ച് പൂട്ടിയിട്ടു. എന്നിട്ടിത് ഇങ്ങോട്ട് പോയ പോക്കിൽ 10 മണിക്ക് സ്കൂളിൽ പോയ കുട്ടി 10:10 തിരിച്ച് വീണ്ടും കൈലാസത്തിക്ക് വന്നു. അമ്മ ചോദിച്ചു, മോനെ ക്ലാസ് ഇല്ലേ? ടീച്ചർക്കൊന്നും അറിയില്ല. ടീച്ചർ എവിടെ? ഞാൻ പൂട്ടിയിട്ടിട്ടുണ്ട്. അച്ഛൻ വന്നു. അമ്മ പോയി പരാതി പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്, ദേ പഠിപ്പിക്കാൻ വിട്ട ആളെ പൂട്ടിയിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാനൊന്നിനും ഇല്ലാത്തതുകൊണ്ട് അമ്മ തിരിച്ചുപോയി. അച്ഛനാണ്, അമ്മയല്ല, മഹാദേവനാണ് അല്ലേ? ഭഗവാൻ ജഗദ്ഗുരു ആണ്. ഭഗവാൻ കാർത്തികേയനെ പിടിച്ചിട്ട് ചോദിച്ചു തരേ, മോനെ എന്താ നീ ചെയ്തേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ? ബ്രഹ്മാവ് വയസ്സായ ആളല്ലേ, നീ കുട്ടിയല്ലേ, പ്രായത്തെ ബഹുമാനിക്കണ്ടേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അച്ഛാ, അദ്ദേഹത്തിന് ഓങ്കാരത്തിൻ്റെ അർത്ഥം അറിയില്ല. ഓങ്കാരത്തിൻ്റെ അർത്ഥം അറിയാതെ എന്ത് സൃഷ്ടിയാണ് അദ്ദേഹം നടത്തുന്നത്? അപ്പോൾ ഭഗവാൻ തിരിച്ച് ഉണ്ണിയോട് ചോദിച്ചു, കാർത്തികേയനോട്. ഇപ്പം ചോദിച്ചേനെ, ഭഗവാനോട് ചോദിച്ചു അത്രേ, ഉണ്ണി നിനക്കറിയോ ഓങ്കാരത്തിൻ്റെ അർത്ഥം? എനിക്കറിയാം അച്ഛാ. അച്ഛൻ ചോദിച്ചു, ഓ ചുമ്മാ പറയാ, വെറുതെ പറയാ, ഉണ്ണിക്ക് ഓങ്കാരത്തിൻ്റെ അർത്ഥം ഒന്നും അറിയില്ല. എനിക്കറിയാലോ അച്ഛാ, എന്നാ പറയൂ കേൾക്കട്ടെ. അച്ഛൻ ചോദിച്ചു. ഉണ്ണി പറഞ്ഞത്, അങ്ങനെ അങ്ങോട്ട് പറയാനൊന്നും പറ്റില്ല. ഓങ്കാരത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ടീച്ചർ, അച്ഛൻ കുട്ടി. അപ്പം എങ്ങനെ ഇരിക്കണം? ഗുരുവിൻ്റെ മുമ്പിൽ ശിഷ്യൻ ഇങ്ങനെ ഇരിക്കണം. ഭഗവാൻ, ഏത് ഭഗവാൻ? ലോകം മൊത്തം നമസ്കരിക്കുന്ന സാക്ഷാൽ കൈലാസനാഥനായിട്ടുള്ള ആ മഹാദേവൻ തൻ്റെ മുട്ട് മടക്കി എന്നിട്ട് ഇരുന്നൂത്ര അവിടെ. എന്നിട്ട് ഈ കുട്ടി എടുത്തിട്ട് ഈ ചുമലിൽ കയറ്റി വെച്ചു. എന്നിട്ട് ഈ 2 കൈയും കൊണ്ട് ഇങ്ങനെ വായ പൊത്തിയിട്ട്, പറ ഉണ്ണി ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓങ്കാരത്തിൻ്റെ രഹസ്യം ഈ ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ സ്വാമി ആ ഭഗവാന്റെ കാതിൽ ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. അച്ഛൻ്റെ മോനല്ലേ, മോശം വരില്ലല്ലോ.
ആ രൂപത്തിലുള്ള ഭഗവാനെ സ്വാമിനാഥൻ എന്ന പേരിൽ ആചരിക്കുന്നു. ഭഗവാൻ അച്ഛന് പോലും ഉപദേശം കൊടുത്ത ആളാ. അഷ്ടാവക്രൻ എന്ന് പറഞ്ഞൊരു മഹർഷിയുണ്ട് പുരാണത്തിൽ. അദ്ദേഹം അമ്മയുടെ ഗർഭത്തിലായിരുന്ന സമയത്ത് അച്ഛൻ വേദം ചൊല്ലുന്നു കേട്ടപ്പോൾ ഗർഭത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അത്രേ, അച്ഛാ നിങ്ങൾ പറയുന്നത് പൊട്ട തെറ്റാണ്, ഇങ്ങനെയൊന്നുമല്ല. അച്ഛന് കോംപ്ലക്സ് അടിച്ചു, ഈ സാധനം ഭൂമിയിലേക്ക് വന്നിട്ടില്ല, അപ്പോഴേ ഇതാണ് അതിൻ്റെ അവസ്ഥ, നീ 8 വളവുള്ളവനായിട്ട് ജനിക്കട്ടെ എന്നുകൊണ്ട് ശപിച്ചു. തിരുത്തിയതിന്, അച്ഛനെ തിരുത്തിയതിന്. അവിടെയാണ് ഭഗവാൻ മാതൃക കാട്ടുന്നത്. സ്വന്തം മോനാണെങ്കിലും പഠിപ്പിച്ചു തരുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്ന് ഭഗവാൻ മഹാദേവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഷഷ്ടിയായിരുന്നല്ലോ, ഭഗവാന്റെ കൂടെ ഒരു പേര് പരാമർശിക്കാതെ പ്രത്യേകിച്ച് ഹരിപ്പാട് ഞാൻ വന്ന് പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഭഗവാൻ തന്നെ ഓർമ്മിപ്പിച്ചതാണ് എന്ന് കരുതുന്നത്. അവിടെ വേലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഭഗവാന്റെ പാരമ്പര്യം പിന്തുടരുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ആധ്യാത്മിക സദസ്സിലൂടെ, ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കർമ്മങ്ങളിലൂടെ, പാരായണത്തിലൂടെ, കഥാകഥനത്തിലൂടെ ഒക്കെ തന്നെ നിങ്ങളുടെ ആ ഗുരുവായൂരപ്പനാണ് സർവവും, അല്ലെങ്കിൽ മഹാദേവനാണ് സർവവും എന്ന ബോധം നിങ്ങൾക്കുണ്ടാവാൻ അവരോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാണുന്നവരിലെല്ലാം എങ്ങനെയാണോ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളത്, ആ വരികൾ മാത്രമാണ് ബ്രഹ്മബോധം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഈ ബോധം ഉണ്ടാവാൻ നിങ്ങൾക്ക് ആ മമ്മിയൂരപ്പനായിട്ടുള്ള ഈ തളിക്കലെ ആ ശ്രീലകത്ത് വാഴുന്ന ആ ഭഗവാൻ മഹാദേവനും സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ഒരു ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഈ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ധ്യാന ശ്ലോകം സാധിക്കുമെങ്കിൽ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും അതൊന്ന് പ്രിന്റ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. ഭഗവാന്റെ ഈ ഒരു ധ്യാന ശ്ലോകം ഇത് ഭഗവാന്റെ മഹാദേവന്റെ വിശ്വരൂപ ദർശനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധ്യാന ശ്ലോകമാണ്. ഈ ധ്യാന ശ്ലോകം നമുക്ക് ചൊല്ലിയതിന് ശേഷം അവസാനിപ്പിക്കാം. ഇത് തുടങ്ങുന്നത് പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹകണകുസുമം ചന്ദ്രവജ്ഞർഹനേത്രം കുക്ഷി സപ്തസമുദ്രം ഭുജശിഖിരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷഠംഗം ദശാദിശവസനം ദിവ്യലിംഗം നമാമി എന്നാണ് ഈ സ്തോത്രം. ഇതിൻ്റെ അർത്ഥം വരുന്നത് ഭഗവാന്റെ പീഠം, ശിവലിംഗം ഇരിക്കുന്ന പീഠമാണ് ഈ ഭൂമി എന്ന് കരുതിക്കൊള്ളുക. മേഘങ്ങൾ ഭഗവാന് ധാര ചെയ്യാനുള്ള പാത്രങ്ങളാണ് എന്ന് കരുതിക്കൊള്ളുക. ഈ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ ദേഹത്ത് ചാർത്തിയിട്ടുള്ള പുഷ്പമാല്യങ്ങളാണ് എന്ന് കരുതിക്കൊള്ളുക. ആ നക്ഷത്രങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ ആ ശിവലിംഗത്തിൽ അർച്ചിക്കപ്പെട്ടിട്ടുള്ള പുഷ്പങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ലോകത്ത് കാണുന്ന മുഴുവൻ സമുദ്രങ്ങളും ഭഗവാന്റെ ഉദരമാണ്, വയറാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ലോകത്ത് കാണുന്ന മുഴുവൻ പർവ്വതങ്ങളും കൊടുമുടികളും ഭഗവാന്റെ കൈകളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ലോകത്തിന് താഴെയുള്ള പാതാളം മുതലായ സകല ലോകങ്ങളും ഭഗവാന്റെ കാൽപാദങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഭഗവാന്റെ മുഖം വേദമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെയുള്ള ആ ദിവ്യലിംഗത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകം. ഒന്നുകൂടെ പാടാം. പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹകണകുസുമം ചന്ദ്രവന്യർക്കനേത്രം കുക്ഷിക് സപ്തസമുദ്രം ഭുജഗിരിശിഖിരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷഠംഗം ദശദിശവസനം ദിവ്യലിംഗം നമാമി. ഗുരുവായൂരപ്പനാവുന്ന ആ മമ്മിയൂരപ്പൻ്റെ കൃപ കൊണ്ട് ഈ ഒരു ആധ്യാത്മിക പ്രഭാഷണം, ഈ സത്രത്തിൻ്റെ 9ാം ദിവസം ഗുരുവായൂരപ്പനും രാധാദേവിയും ഒക്കെ ആവുന്ന നിങ്ങളുടെ മുമ്പിൽ ഇത്രയും സമയം വന്നിരുന്ന് സംസാരിക്കാൻ സാധിച്ചതിന് കാരണക്കാരനായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ വീണ്ടും 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 നമസ്കരിച്ച് തൊഴുന്നു. എങ്ങനെയാണോ പൂന്താനത്തിൻ്റെ കൂടെ, എങ്ങനെയാണോ കുറൂരമ്മയുടെ കൂടെ, എങ്ങനെയാണോ വില്ലമംഗലത്തിൻ്റെ കൂടെ, എങ്ങനെയാണോ പേരറിയാത്ത എത്രയോ എത്രയോ അപ്പന്മാർക്കൊപ്പം ഇപ്പോഴും ആ ഗുരുവായൂർ ശ്രീലകത്ത് അമ്മേ നിങ്ങൾക്ക് ഞാനില്ലേ
എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും ഒരു ചിരി കൊണ്ട് മാറ്റുന്ന ആ ഗുരുവായൂരപ്പൻ്റെ കാൽക്കീഴിൽ അദ്ദേഹത്തിനെ ആ പുണ്യഭൂമിയിൽ എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച മമ്മിയൂരപ്പനായിരിക്കുന്ന തളിക്കലെ ഈ ശ്രീകോവിലിരിക്കുന്ന ശ്രീ മഹാദേവൻ്റെ കാൽക്കീഴിലും ഒരു താമരപ്പൂവായിട്ട് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.